എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്ന് പറയുന്നത് വാഴക്കൂമ്പ് തോരനാണ്. അതല്ലെങ്കിൽ വേറെ പേര് കൂടി പറയാറുണ്ട്, വാഴമണി എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. കുറേ പേര് പറയാറുണ്ട് ഈ പറയുന്ന ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കയ്പ്പ് വരാറുണ്ട് എന്നൊക്കെ. അത് നമ്മളെന്നറിയോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, പിന്നെ ഒരു കയ്പ്പും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഉപ്പേരി വെക്കേണ്ടത് ക്ലീനിങ് മുതൽ ഞാൻ പറയുന്നുണ്ട്, A to Z എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ആദ്യം തണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, പിന്നെ ആ തലപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത്, എന്നാൽ ഇപ്പം കുറച്ചും കൂടി ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും. അങ്ങനെ ഓരോ ലീഫ് ബ്രൗൺ കളറിലുള്ള എല്ലാ ലീഫും നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഈ പറയുന്ന ഒരു യെല്ലോ കളർ വരും, ആ യെല്ലോ കളറും കളയണം. യെല്ലോ കളറിലൂടെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കയ്പ്പ് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് ഈ പറയുന്ന യെല്ലോ കളറും കൂടി ആ ലീഫും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കളയണം. എന്നിട്ട് ആ ഒരു വൈറ്റ് കളർ വരും, ആ വൈറ്റ് കളർ വരുന്ന വരെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ആ ലീഫ് കളഞ്ഞുകൊണ്ടിരിക്കണം, ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ ക്വാണ്ടിറ്റി കുറവായിരിക്കും, പക്ഷെ അതിന് നമ്മൾ ഉപ്പേരി വെക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി കൂടാൻ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമുക്കത് കറി വെക്കുന്നത് ആ സമയത്ത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കയ്പ്പ് വരും. അതോടെ ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ 2 വാഴമണിയുടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കിട്ടിയാലും മതി, നമുക്ക് അതിനനുസരിച്ചൊരു ക്വാണ്ടിറ്റി കൂട്ടാൻ വേറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഉപ്പേരി വെക്കാൻ പറ്റുന്നുണ്ട്. വെറും ഒരു 10 മിനിറ്റും കൂടി വേണ്ട, നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഒന്ന് തിളക്കി അല്ലെങ്കിൽ ഒന്ന് ആവി പിടിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് എന്ന് പറയുന്ന രീതിയിലേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇനി അരിയുന്നത്, ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതേപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള വാഴമണീനെ നമ്മൾ താഴോട്ട്, അതായത് വെർട്ടിക്കലായിട്ട് ഒരു വര, പിന്നെ വീണ്ടും അതിന് ക്രോസ് ആയിട്ട്, പിന്നെ വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ കട്ട് ചെയ്യുക, താഴോട്ട് കട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ രണ്ടാമത്തെ വാഴമണി എടുത്തിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നേരെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാം. ആകെ കുറച്ച് ഐറ്റമേ വേണ്ടുള്ളൂ കേട്ടോ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് നമ്മുടെ ഈ വാഴമണി കൊണ്ട് ഉപ്പേരി കേട്ടോ. ഇത് നമ്മളിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴമണിയാണ്. ഓക്കെ, ഇനി ഇതിലേക്കുള്ളത് ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, 2 ചുവന്ന ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. പിന്നെ ഇത് അരമുടി തേങ്ങ വേണം. പിന്നെ അര ടീസ്പൂൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം, പച്ചമുളക്, കറിവേപ്പില. ജീരകവും പച്ചമുളകും നമ്മൾ തേങ്ങ ചതയ്ക്കണ സമയത്ത് ഒപ്പം ഇട്ടിട്ട് വേണം ഇതെന്ത് ചെയ്യുക, ചതച്ചെടുക്കാൻ കേട്ടോ. സ്റ്റൗവിൽ ചീഞ്ചട്ടി വെച്ചു. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴമണി ഉണ്ടല്ലോ, അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം, ഓക്കെ, ഞാൻ ഈ ഒരു അളവിലാണ് എടുത്തിട്ടിരിക്കുന്ന വെള്ളം, അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വാഴമണിയിൽ ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളവും വേണ്ട, കുറച്ച് വെള്ളം മാത്രം മതി. ഇതൊന്ന് വേവിക്കാൻ എടുക്കാൻ മാത്രമായിട്ടുള്ള. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്, ഈ പറഞ്ഞ വാഴമണി എത്രയേ ഉള്ളൂ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടീസ്പൂൺ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, വലിയ ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂൺ ചെറിയൊരിത്, അത് മാത്രമേ ഞാൻ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൽ ചെയ്യുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല, അതും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തുകൊണ്ട് അടച്ചും വെച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ആളടുത്തുണ്ടായിരിക്കണം, പെട്ടെന്ന് അതെന്ത് ചെയ്യുന്നു, വെന്ത് പോകും. ഓക്കെ, കാരണം അത്ര വെള്ളമില്ല നമ്മൾ ഒഴിച്ചുള്ളൂ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് സേഫായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോകില്ലേ, അപ്പോൾ അത് പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷേ നമ്മൾ ആളടുത്ത് തന്നെ വേണം കേട്ടോ. ആ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ചെറുകി വെച്ചിരിക്കുന്ന തേങ്ങ, അതിലേക്ക് ജീരകം, പച്ചമുളകും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ, ചതച്ചിട്ട് എടുക്കാം. ഇതൊരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഈ ഒരു ലെവലായിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നേരെ വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കാരണം ഇനിയാണ് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങയും ചെറുതായിട്ട് അരിഞ്ഞ സവാളയും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, അതൊക്കെ കൊണ്ടുള്ള പണി നമുക്ക് ഇനിയാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ജസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചീഞ്ചട്ടി വീണ്ടും അടുപ്പിൽ വെച്ച് അതിലേക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കാരണം ഇത് തേങ്ങയും കൂടി ഇടുന്നുണ്ട്, അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടിയിരിക്കട്ടെ, അപ്പോൾ കുഴപ്പമില്ല. എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇടുക. ദെൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും അതേപോലെ വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത് അതിലിടുക. ദെൻ കറുവേപ്പിലയും ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട. അതിൻ്റെ ഒരു പച്ചപ്പിൻ്റെ ഒരു മണം ഉണ്ടാവില്ല, അത് പോകുന്നവരെ. അതൊന്ന് കളർ മാറി ബ്രൗൺ കളർ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരത്തെ ഇവിടെ തേങ്ങയും ജീരകവും ഒരു പച്ചമുളകും ഇട്ട് ചതച്ചത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് ഇതിന് ആവശ്യമായിട്ടുള്ള തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം.
ഇതിലേക്ക് തേങ്ങ കുറച്ച് കൂടുതലായതുകൊണ്ടേ ഞാൻ ആദ്യം എണ്ണ ആഡ് ചെയ്ത സമയത്ത് കുറച്ച് കുറവായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഇതിലേക്ക് വീണ്ടും ഞാൻ എഗെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ ഇതേപോലെ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് എണ്ണ കറക്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യണ്ട. ഇനി അതല്ല ആദ്യം എടുത്തപ്പോൾ ഞാൻ നേരത്തെ എടുത്ത പോലെ കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് തേങ്ങ ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം കേട്ടോ. ഇനി എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളർ മാറണം, ഈ പറഞ്ഞ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറണം. അതുകൊണ്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് മീഡിയം ഫ്ലെയിം, ഇടയ്ക്ക് ഹൈ ഫ്ലെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളടുത്ത് തന്നെ വേണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ദെൻ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വാഴമണി ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഈ തേങ്ങ എല്ലാം ഇതിൻ്റെ മേലേക്ക് ഇടുക. ഓക്കെ, കാരണം എന്താ പറയുക, ഇതെല്ലാം തേങ്ങ കറക്റ്റായിട്ട് എത്തണ്ടേ. അത് പറഞ്ഞ് നമ്മൾ ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ആ ചാറില്ലേ അതൊന്ന് എന്ത് ചെയ്യണം, ഡ്രൈ ആവണം. ഓക്കെ, അപ്പോൾ തേങ്ങയും ഇതെല്ലാം കൂടി നന്നായിട്ട് ഡ്രൈ ആവും. അപ്പോൾ നമ്മുടെ ഫ്ലെയിം വന്നിട്ട് മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് കരിയാണ്ട എന്ന് പറഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുകൊണ്ട് ഈ ഉപ്പേരി എന്ത് ചെയ്യില്ലെന്ന് അറിയാം, കേട് വരില്ല. കാരണം നമ്മൾ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പറയുന്ന വാഴമണിയുടെ ഒരു ഉപ്പേരി എന്ന് പറയുന്നത്. സിമ്പിളാണ്, ആർക്കും ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാം. അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. തേങ്ങ മാത്രം കൂടുതൽ വേണം, ചിരകണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ജീരകം എന്തായാലും എല്ലാ വീട്ടിലുണ്ടാവും, ഒരു പച്ചമുളക് ഉണ്ടാവും, 4 ചെറിയ വെളുത്തുള്ളി, അതേപോലെ 2 ചെറിയ ഉള്ളി, അതൊക്കെ എന്തായാലും എല്ലാ വീടുകളിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാഴമണി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് ഞാൻ പറയാൻ കാരണം. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നു മാക്സിമം ആൾക്കാരും ചിലപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. പക്ഷേ എനിക്ക് ഇത് പണ്ട് മുതലേ മമ്മി പറഞ്ഞു തന്നിട്ടുള്ളതും മമ്മി ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി, കാരണം ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഫുൾ കോൺഫിഡൻസോടെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ റെഡിയാക്കാൻ എന്താ പറയുക, കാണിച്ച ഒരു ധൈര്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു റെസിപ്പി നമുക്ക് വീഡിയോയിൽ പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോധിപ്പിച്ചിട്ടോ കാര്യമില്ലല്ലോ. ടേസ്റ്റുള്ള ഒരു ഐറ്റം നമുക്കും കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമ്മൾ ഡെഫിനറ്റായിട്ട് ഒരു വീഡിയോയിൽ പ്രസൻറ്റ് നമ്മൾ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇതിൽ പറഞ്ഞ അതേപോലെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കൂ. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക് യു.